ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. കേരം തിങ്ങി നിറഞ്ഞ കേരളത്തിൽ കേര കർഷകർ അനുഭവിക്കുന്ന വിലയിടിവിന് ആശ്വാസമേകുന്നതിന് കേര കർഷക സമൂഹത്തിന്റെ ഉൽപ്പന്നത്തിന് പൊതു മാർക്കറ്റിനേക്കാൾ വില ലഭ്യമാക്കുന്നതിനും ഉടനടി പണം കൈപ്പറ്റുന്നതിനുമായി കേരള ഫെഡ് ചെറുപുഴ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും അഭ്യർത്ഥന മാനിച്ച് തേങ്ങാ സംഭരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നു. നാളികേര കർഷക സംഘത്തിന്റെ മീറ്റിംഗിൽ ഉരുത്തിരിഞ്ഞ ആശയത്തെ മുൻനിർത്തിയും കൂടിയാണ് കേരള സംസ്ഥാനത്തിൽ ആദ്യമായി ഇത്തരം വിപണന കേന്ദ്രം ഒരുക്കുന്നതെന്നും മറ്റൊരു പ്രത്യേകതയാണ്. കേര കർഷകരും കൃഷിഭവൻ ഉദ്യോഗസ്ഥരും പ്രസ്തുത ചടങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾ അറിയാൻ ഇങ്ങനെ പ്രതികരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ നാളികേര കൃഷി ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പഞ്ചായത്താണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്. ഇവിടെ ഇപ്പോൾ 7-ാം തീയതി നമ്മുടെ കേര ഫെഡിൻ്റെ നേതൃത്വത്തിൽ ഒരു തേങ്ങാ സംഭരണ കേന്ദ്രം ആരംഭിക്കാൻ പോവുകയാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഈ തേങ്ങാ സംഭരണ കേന്ദ്രം. കാരണം ഒരുപാട് കാലമായി കർഷകർ ആവശ്യപ്പെടുന്ന ഒന്നാണ് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരങ്ങൾ സംഭരിച്ച് അവിടെ കൊപ്രയാക്കി മാറ്റുക എന്നുള്ളത്. അങ്ങനെ ആവശ്യപ്പെടാൻ കാരണം നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു മികച്ച കൊപ്ര ഡ്രയർ സ്ഥിതി ചെയ്യുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കരിയക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആവശ്യമുള്ള തേങ്ങകൾ മറ്റ് ജില്ലകളിൽ നിന്നാണ് ഇവിടെ എത്തിക്കുന്നത്. മാത്രമല്ല ഇവിടെയുള്ള കർഷകർ അവരുടെ തേങ്ങകൾ മറ്റ് സ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കർഷകർ ഇത് ആവശ്യപ്പെട്ടത്. ഏറെ നാളായി നമ്മൾ പോകുന്ന പല മീറ്റിങ്ങുകളിലും കർഷകർ ആവശ്യപ്പെടുന്ന ഒന്നാണ് ന്യായവില നൽകിക്കൊണ്ട് ഇവിടെയുള്ള തേങ്ങകൾ ഈ പ്രദേശത്ത് തന്നെ സംഭരിച്ച് ഈ കരിക്കരയിലുള്ള കൊപ്ര ഡ്രയർ ഉപയോഗിച്ചുകൊണ്ട് അത് കൊപ്രയാക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കർഷകരുടെ ആവശ്യത്തിനാണ് ആ ലക്ഷ്യം നിറവേറ്റപ്പെടുകയാണ് ഇപ്പോൾ ചെയ്തത്. ഇവിടെ ഇങ്ങനെ ഒരു തീരുമാനം കേര ഫെഡ് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സമീപകാലത്ത് ഒരു മാസം മുമ്പ് ഇവിടെ കേര ഫെഡിൻ്റെ നേതൃത്വത്തിൽ ഒരു നാളികേര കർഷക സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. ആ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട നാളികേര കർഷകരും കേര ഫെഡിനോട് ആവശ്യപ്പെട്ട ഒന്നാണ് ഇവിടെ തന്നെ സംഭരിക്കുക എന്നുള്ളത്. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ കേര ഫെഡിൻ്റെ നേതൃത്വത്തിലുള്ള നാളികേര സംഭരണ കേന്ദ്രമാണ് നമ്മുടെ ചെറുപുഴ ടൗണിനോട് ചേർന്ന് ഈ 7-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതിൽ പറയുന്നത് പ്രാദേശിക മാർക്കറ്റിലുള്ള വിലയേക്കാൾ 5 രൂപ കൂടുതലായി. ഇപ്പോൾ നിലവിലുള്ള റേറ്റ് വെച്ചിട്ട് 77 രൂപയ്ക്ക് സംഭരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് കർഷകർ ആവശ്യപ്പെട്ടതും. കൂടാതെ സംഭരിക്കുന്ന സമയത്ത് തന്നെ കർഷകർക്ക് തുക നൽകുക എന്നുള്ളത് കൂടി ഒരു ആവശ്യമായിരുന്നു. അന്ന് കേര ഫെഡിൻ്റെ നേതൃത്വത്തിൽ കേര ഫെഡിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അത് പരിഗണിക്കാമെന്ന് പറയുകയും ഇപ്പോഴത് പരിഗണിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് അന്ന് ആ നാളികേര കർഷക സംഗമത്തിൽ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും കേര ഫെഡ് അംഗീകരിച്ചുകൊണ്ട് തന്നെ കേരള സംസ്ഥാനത്തെ ആദ്യത്തെ നാളികേര സംഭരണ കേന്ദ്രം നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ 7-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതിന് കൃഷിഭവൻ്റെ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങൾ. ഈ ഉദ്യമത്തിന് ഇത് തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അത് തീർച്ചയായും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം പകരുന്ന ഒന്നാണ്. നാളികേര ബോർഡിൻ്റെ നേതൃത്വത്തിൽ ജൂലൈ 7-ാം തീയതി മുതൽ ചെറുപുഴയിൽ പച്ചത്തേങ്ങ സംഭരണം പോവുകയാണ്. വളരെ നല്ലൊരു കാര്യമാണിത്. കാരണം മലയോര മേഖലയിലെ ആയിരക്കണക്കിന് നാളികേര കർഷകർക്ക് ഏറെ ഗുണപ്രദമായ ഒരു തീരുമാനമാണ് കേര ഫെഡ് എടുത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ മേഖലയിലെ നാളികേര കർഷകർ ആവശ്യപ്പെടുന്നതും ഇതാണ്. കാരണം ദൈനംദിനമുള്ള പണിച്ചെലവുകൾ, തൊഴിൽപരമായ ചിലവുകളൊക്കെ വർദ്ധിക്കുമ്പോഴും പ്രത്യേകിച്ച് മലയോര മേഖലയിലെ റബ്ബർ കർഷകരായാലും നാളികേര കർഷകരായാലും മറ്റ് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്കും അവരുടെ തൊഴിൽപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഈ സമയത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നാളികേരത്തിന് വിലയിടിവ് ഉണ്ടായപ്പോൾ കേന്ദ്ര നാളികേര ബോർഡും കേര ഫെഡും ഒന്നും തന്നെ കർഷകരുടെ ഈ വിഷമതകൾ മനസ്സിലാക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ നാളികേരത്തിന് ക്ഷാമം വന്നു. തമിഴ്നാട്ടിൽ നിന്നും മറ്റും നാളികേരം ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇന്ന് നാളികേരത്തിന് നല്ല വില ലഭിക്കുന്ന ഒരു അന്തരീക്ഷം വന്നിരിക്കുകയാണ്. ഈ വില ലഭിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊഴിൽപരമായ ചെലവുകൾ, തെങ്ങ് കയറ്റക്കൂലിയും മറ്റും അതുപോലെ തൊഴിൽ കൂലിയും ഒക്കെ തന്നെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ആ കൂലി വർദ്ധിക്കുന്ന സമയത്ത് ഈ നാളികേരത്തിൻ്റെ വില ഇടിഞ്ഞാലും അത് കർഷകരെ ദോഷകരമായി ബാധിക്കും. കാരണം പണിച്ചെലവുകൾ കൂടുകയും നാളികേരത്തിൻ്റെ വില ഇടിയുകയും ചെയ്താൽ അത് കർഷകരെ ദോഷകരമായി ബാധിക്കും.
അപ്പോൾ ഇത് തൽക്കാലം ഈ തേങ്ങയ്ക്ക് വിലയുണ്ടായ സമയത്ത് മാത്രമുള്ള ഒരു സംഭരണമാണോ, അല്ലെങ്കിൽ ഇത് ശാശ്വതമായി നിലനിൽക്കുമോ എന്ന ആശങ്ക കർഷകർക്കുണ്ട്. കാരണം തേങ്ങയ്ക്ക് വിലയുള്ള ഈ സമയത്ത് സംഭരിക്കുകയും തേങ്ങയ്ക്ക് വില കുറയുമ്പോൾ ഈ സംഭരണം ഉപേക്ഷിക്കുകയും ചെയ്താൽ നാളികേര കർഷകരുടെ നടുവൊടിക്കുന്ന ഒരു തീരുമാനമായിരിക്കും. അക്കാര്യത്തിൽ ഒരു സമീപനം ഉണ്ടാകണം. ഏതായാലും കർഷകർക്ക് ഗുണമാണെങ്കിൽ അത് ഏറെ നല്ലൊരു കാര്യമാണെന്ന് പറയുന്നു. കേരഫെഡിൻ്റെ പുതിയൊരു സംരംഭം ചെറുപുഴ ആരംഭിച്ചു എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. കേരഫെഡിൻ്റെ ആഭിമുഖ്യത്തിൽ പച്ചത്തേങ്ങ സംഭരണം നേരത്തെ ഒരു കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിക്കുകയും മീറ്റിങ്ങിൽ കർഷകരുടെ ആവശ്യങ്ങൾ അവർ പരിഗണിക്കുകയും അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ കർഷകരായ നാട്ടുകാർക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാർക്കറ്റിൽ തീരെ വില ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംരംഭം തേങ്ങ എല്ലാ ദിവസവും സംഭരിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ പൈസ അപ്പോൾ തന്നെ കർഷകർക്ക് ലഭിക്കത്തക്ക നിലയിലുള്ള ഒരു സംരംഭം തുടങ്ങാൻ കേരഫെഡ് തീരുമാനിച്ചത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്വാഗതാർഹമാണ്, വളരെ പ്രയോജനം ലഭിക്കുന്നതാണ്. മാത്രമല്ല കാർഷിക മേഖലയിലെ ഒരു പുതിയ ഉണർവും കൂടെയാണ് തെങ്ങ് കർഷകരെ സംബന്ധിച്ചിടത്തോളം. വളരെ വില കുറഞ്ഞു നിന്ന സമയത്ത് കാർഷിക മേഖലയിലുള്ള തെങ്ങ് കർഷകർ അതിന് കൃഷി ചെയ്യാതെ, വളം ചെയ്യാതെ, അതുപോലെ ചൂട് കളയ്ക്കാതെ ഒക്കെ വളരെ പിന്തള്ളിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ തേങ്ങയ്ക്ക് മാക്സിമം വില ലഭിക്കുന്ന ഒരു സന്ദർഭത്തിൽ നാളികേര കർഷകരെ സംബന്ധിച്ചിടത്തോളം തെങ്ങിന് ഇപ്പോഴും അതിൻ്റെ ചുവട്ടിൽ വളം ചെയ്യാനും അതുപോലെ പണിയെടുക്കാനും ചവറിടാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം അവർ തന്നെ പൈസ മുടക്കിയാൽ അതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്നുള്ള ആ സത്യം മനസ്സിലാക്കി, വസ്തുത മനസ്സിലാക്കി അവർ തന്നെ അത് പുനരാരംഭിച്ചിട്ടുണ്ട്. ഇത് നാടിനും അതുപോലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർക്കും വളരെ പ്രയോജനപ്രദമാണ്. ഇങ്ങനെ ഒരു സംരംഭം കേരഫെഡ് തുടങ്ങാൻ തീരുമാനമെടുത്തതിൽ നാളികേര കർഷകൻ എന്നുള്ള നിലയിൽ എനിക്കും സന്തോഷമുണ്ട് എന്നുള്ള കാര്യം. ചെറുപുഴ വെച്ച് നമ്മൾ കേരഫെഡിന്റെ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ആ മീറ്റിങ്ങിൽ നമ്മൾ കർഷകർ നമ്മളുടെ കുറേ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങ സംഭരിക്കുന്നതിനെ കുറിച്ചൊക്കെ. അത് നമുക്ക് ഏതായാലും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. 7-ാം തീയതി നമ്മുടെ ചെറുപുഴ വെച്ച് നമുക്കത് തേങ്ങ സംഭരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം അതിൽ നമ്മൾ കർഷകരായ നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനമാണ്. കാര്യം നല്ല വിലയാണ് നമുക്ക് കിട്ടുന്നത്, ഓരോ കർഷകനും കിട്ടുന്നത് നല്ല വില കിട്ടുന്നു. അത് ഉടനെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് എത്തിപ്പെടുകയും ചെയ്യും. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC, നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.